ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോടാണ് കേട്ടോ. രാവിലെ 6 മണിൻ്റെ ട്രെയിനിന് കയറിയതായിരുന്നു. ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അടുത്തുള്ളൊരു കടയിൽ കയറി ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. ഫുഡിനെ പറ്റി പറയാതിരിക്കാൻ പറ്റില്ല, പന്ന ഫുഡായിരുന്നു. അതുപോലെ ഞാൻ ആദ്യമായിട്ട് റെസ്റ്റോറൻറ്റിൽ കയറി കഴിച്ച ഫുഡ് അതാണ്. അത് വൻ ഫ്ലോപ്പായിപ്പോയി. അപ്പം ഞാനിപ്പോൾ ഉള്ളത് യാഷ് ഇൻ്റർനാഷണൽ ഹോട്ടലിലാണ് കേട്ടോ. ഇവിടെ 1 ഡേ സെമിനാർ ഉണ്ടായിരുന്നു, സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ. അപ്പം അത് നമ്മുടെ സൂര്യാമ്മയായിരുന്നു കേട്ടോ കണ്ടന്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം അതിന് വേണ്ടി പോയതായിരുന്നു. ഞാനാണ് അവിടെ നേരത്തെ എത്തിയത്, വേറെ ആരും വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് നേരം ബാത്റൂമിലൊക്കെ പോയി മിററിൽ പട്ടിഷോ കട്ടി നടന്നു. ഒരു 10:30 10:45 ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടോ. അതിൻ്റെ ഇടയിൽ അവർ എനിക്ക് പൈനാപ്പിൾ ജ്യൂസൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ സൂര്യാമ്മയും വന്നു, നമുക്ക് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ചെയ്തു. പിന്നെ ഒരു ഉദ്ഘാടനം പോലെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ക്ലാസ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ക്ലാസ്സിനെ പറ്റി പറയാതിരിക്കാൻ പറ്റില്ല, അടിപൊളി ക്ലാസ് ആയിരുന്നു കേട്ടോ. ഒരു ബ്രൈഡൽ ഹിന്ദു ബ്രൈഡലും ഒരു നോർത്ത് ഇന്ത്യൻ മുസ്ലിം ബ്രൈഡായിരുന്നു കേട്ടോ. ഇതായിരുന്നു ഹിന്ദു ബ്രൈഡ്. അടിപൊളി ലുക്കായിരുന്നു കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായി. മാമിൻ്റെ എല്ലാ ടിപ്പും കാര്യങ്ങളെല്ലാം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ക്ലാസ് ആയിരുന്നു. പിന്നെ ഉച്ചയ്ക്ക് ഫുഡ് അടിപൊളിയായിരുന്നു. ഫുഡിനെ പറ്റി പറയുമ്പോഴേ എനിക്ക് വായിൽ വെള്ളം വരുന്നു. ഈ ഡെസേർട്ട് ഉണ്ടല്ലോ, അതിലേറെ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പം അതെല്ലാം കഴിച്ച് ഉച്ചയ്ക്ക് ശേഷം സൂര്യാമ്മ ഒരു മുസ്ലിം ബ്രൈഡ് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതും കഴിഞ്ഞ് ഞങ്ങൾ നേരെ അവിടെ നിന്ന് സർട്ടിഫിക്കറ്റ് എല്ലാം വാങ്ങിച്ച് ഞാൻ കയറിയിട്ടോ. ട്രെയിനിൽ ഭയങ്കര തിരക്കായിരുന്നു. അതുകൊണ്ട് ഞാൻ ഡോറിൻ്റെ അവിടെ നിന്നിട്ടാട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറച്ചെത്തിയപ്പം ഒരു ചേച്ചിയും കുട്ടിയും കയറിയിട്ടുണ്ടായിരുന്നു. ആളുടെ ഹസ്ബൻഡ് ഭയങ്കര ഇതായിരുന്നു കേട്ടോ. ട്രെയിനിൻ്റെ പിന്നാലെ ഓടി വരികയായിരുന്നു കുട്ടീനെ ഡോറിൻ്റെ അവിടേക്ക് ഉള്ളിലേക്ക് പറഞ്ഞിട്ട്. പക്ഷെ ആരും അവരെ കയറ്റി വിടുന്നുണ്ടായിരുന്നില്ല കേട്ടോ. എനിക്കറിയില്ല, ഒരു കുഞ്ഞു കുട്ടിയല്ല, ആ പരിഗണനയിൽ അവർക്ക് കൊടുക്കായിരുന്നു. പക്ഷെ ഞാൻ ഇറങ്ങുന്ന സ്റ്റോപ്പ് വരെ അവരെ ഭയങ്കര ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അവർ മാത്രം കൺസേൺ ചെയ്തിട്ടാണ് ആ ട്രെയിനിൽ നിന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ വീട്ടിലെത്തിയപ്പോഴേക്കും ഒരു 8 മണി 9 9:30 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നത്തെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല, എൻ്റെ ഫോൺ ചത്തുപോയി. അപ്പോൾ ഓക്കെ, ബൈ.